പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നൈനയുടെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് നൈന ആ സിസ്റ്ററോട് എടുത്ത് കൊടുക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ നൈന ഫോൺ എടുക്കുന്ന സമയത്ത് ഗോവിന്ദനായിരിക്കും. അച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് നൈന ഫോൺ എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഗോവിന്ദൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ മോളെ കണ്ടില്ല എന്നൊക്കെ പറയാണ്. മോളെപ്പോഴാണ് തിരിച്ചു വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നൈന പറയുകയാണ് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ മോളെ എനിക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ മോളിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ നൈന പറയുന്നുണ്ട്. അപ്പോൾ കാണണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് കാണാം എന്ന് പറയണം. അപ്പോഴേക്കും കനക ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് ഫോൺ അങ്ങ് പിടിച്ച് വാങ്ങിച്ചിട്ട് നൈനയോട് സംസാരിക്കുകയാണ്. അവിടെ ആദർശമോൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ കനക നൈനയോട് ചോദിക്കുന്നത്. അപ്പോൾ അവർ ഗോവിന്ദനെ ഒന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കനക അങ്ങനെയുള്ള ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നത്. പിന്നെ നൈന തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാമെന്ന് പറയട്ടോ. പറയാമെന്നൊന്ന് ഇങ്ങനെ നൈന ചോദിക്കുകയാണ്. അല്ല നന്ദൂട്ടനോട് മോള് വിളിച്ച കാര്യം പറയാം, നന്ദൂട്ടന് ഫോൺ കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നൈനയോട് രാവിലെ വരാം എന്നൊക്കെ പറയണം. അപ്പോൾ ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നൈന തിരിച്ച് പറയുന്നുണ്ടായിരുന്നേ. പിന്നെ കോള് കട്ട് ചെയ്തിട്ട് ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ കനകയോട് ചോദിക്കുന്നുണ്ടായിരുന്നേ മോളുടെ സംസാരത്തിൽ എന്തോ ഒരു അവശതയുള്ള പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കനക പെട്ടെന്ന് തന്നെ പറയാണ് അത് പിന്നെ ഇല്ലാതിരിക്കുകയോ, അവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിലല്ലേ നിൽക്കുന്നത്, മോളുടെ അമ്മായിയമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ മോൾക്ക് അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ അവശതയാണ് എന്നൊക്കെ പറയാണ്. ദേവയാനി ഇനിയെങ്കിലും നൈനമോളെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഗോവിന്ദൻ പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ആദർശ് അച്ഛനും ആദർശ് മോനൊന്നും ഇനി മോളെ തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല. ഇനി അവരും എന്തായാലും സത്യം മനസ്സിലാക്കും, ആർക്കാ നന്മയുള്ളതെന്നൊക്കെ അവർ മനസ്സിലാക്കും, അല്ലാതെ ഇവിടെ പോവാനാന്നൊക്കെ പറഞ്ഞ് കനക അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴും ഗോവിന്ദന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്യാണ്. പിന്നീട് അബി റൂമിലേക്ക് വരുമ്പോൾ നവ്യ അവിടെ മുടിയൊക്കെ ചീകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബി അടുത്തേക്ക് വരുമ്പോൾ തന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നു നിന്റെ കൈ ഒന്ന് കാണിച്ചേന്ന് പറയും. അപ്പോൾ അബി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വല്ല പണമൊക്കെ വെച്ച് തരാനാണോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ നീ ഒന്ന് കാണിക്കുകയെന്ന് പറയുമ്പോൾ അബി കൈ നീട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ മണത്ത് നോക്കിയിട്ട് പറയും നീ നോൺ വെജ് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. നീ എന്തീ പറയുന്നത്, ഞാൻ മാല ഇട്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കണം. എന്നാലും നവ്യക്കൊരു വിശ്വാസമില്ല കേട്ടോ. നവ്യ അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നെ ഒരിക്കലും വിശ്വാസമില്ല, നീ അത് കഴിച്ചു എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മാല ഇട്ടണോ എന്നുള്ള ബോധം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാനത് കഴിക്കില്ല എന്ന് പറയാണ്. പിന്നെ നോൺ വെജ് കറിയുടെ മണം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് ഞാൻ ചിക്കൻ മസാല ഇട്ട കിഴങ്ങാറി കഴിച്ചായിരുന്നു, അതിൻ്റെയാണെന്നൊക്കെ പറയും. എന്തായാലും നവ്യയ്ക്ക് അത് വിശ്വാസമായിട്ടില്ല. പിന്നെ അങ്ങനെയാണെങ്കിലും നിനക്ക് കൊള്ളാം എന്ന് പറയാണ്. ആദർശേട്ടനും എല്ലാവരും വീട്ടിൽ നിന്നാണല്ലോ ഫുഡ് കഴിക്കുന്നത്, നീ മിക്കപ്പോഴും പുറത്തുനിന്ന് തന്നെയാണ് കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ആദർശേട്ടനും വല്യച്ഛനൊക്കെ ഇപ്പോൾ ഇങ്ങനെ അവിടെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്നല്ലേ ഫുഡ് കഴിക്കുന്നതെന്ന് അഭി ചോദിക്കും കേട്ടോ. അത് വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ കഴിക്കാറുള്ളത്, അപ്പോൾ നീ ഇങ്ങനെ പല സമയത്തും ഇങ്ങനെ പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാറുള്ളതെന്ന് പറയുമ്പോൾ അപ്പോൾ നിനക്കെന്താ ഇവിടുന്ന് കഴിച്ചാലെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിൻ്റെ കൂടെ ഇരുന്ന് വേണ്ടേ കഴിക്കാനെന്ന് അഭി പറയാണ്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന പോലെ നിനക്ക് ഇഷ്ടമല്ലേ, എന്നിട്ടാണോ നീ ഇങ്ങനെ കുറച്ച് ദിവസം മുന്നേ എന്നെ ഇങ്ങനെ സ്നേഹിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അതിൻ്റെ വയറ്റിലെ കുഞ്ഞ് പോകുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ എന്താ പറഞ്ഞു വന്നതെന്ന് ചോദിക്കട്ടെ. അപ്പോൾ അത് തന്നെയായിരുന്നു എന്നിങ്ങനെ നവ്യ തറപ്പിച്ച് പറയുമ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ നിൻ്റെ കുഞ്ഞിനെ കളയാൻ നോക്കിയത് നിൻ്റെ അനിയത്തി തന്നെയായിരിക്കും, അവരാണല്ലോ ഈ വീട്ടിലെ മൂത്ത മരുമോള്, അവർക്കാണല്ലോ ആദ്യം കുഞ്ഞ് ജനിക്കേണ്ടത്, അപ്പം അതിൻ്റെതായിരിക്കും അവർ നിന്നോട് തീർത്തത്, അവരങ്ങ് തീരുമാനിച്ച് കാണും എന്നൊക്കെ പറയുമ്പോൾ നവ്യ അത് സമ്മതിച്ചു കൊടുക്കില്ല കേട്ടോ. അതൊക്കെ നീയും നിൻ്റെ അമ്മയും മാത്രമേ പറയുള്ളൂ, മറ്റാരും അത് പറയില്ല, നൈന ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്നൊക്കെ പറയാണ്. അബിക്കാണെങ്കിലും നവ്യ ആ പറയുന്നത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അബി പറയുന്നുണ്ടായിരുന്നു അമ്മായി ഹോസ്പിറ്റലായ ശേഷം നിൻ്റെ അനിയത്തി ഇങ്ങനെ അവളുടെ വീട്ടിലേക്ക് നിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയല്ലേ, അവൾ അവിടെ സുഖിച്ച് കഴിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് അമ്മായി പറഞ്ഞിട്ട് തന്നെയാണ്, അമ്മായിക്ക് എന്തായാലും അവൾ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലല്ലോ, ഇങ്ങനെ ആദർശേട്ടനും അവളും ഒരു മുറിയിൽ കഴിയുന്നത് ഇഷ്ടമല്ലല്ലോ, ഇപ്പം ഇങ്ങനെ വ്രതമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പോയത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഗതികേട് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ആരും ഗതികേട് കൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പിന്നെ നിനക്കും അങ്ങ് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല, എന്നിട്ട് ഞാൻ പോയിട്ട് വേണം നിനക്ക് ഇവിടെ വേറെ ഒരുത്തിനെ ഇങ്ങനെ കയറ്റി കൊണ്ടുവരാൻ, അതെന്തായാലും നടക്കില്ല എന്നൊക്കെ പറയാണ്. അബി നോൺ വെജ് കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം പറഞ്ഞപ്പോഴും അബി പറയുന്നുണ്ടായിരുന്നു മാല ഇട്ടോണോ എന്നുള്ള ബോധ്യം എനിക്ക് നല്ലതായിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, ഇങ്ങനെ എല്ലാ നിയമങ്ങളും ഇങ്ങനെ പാലിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ എന്തായാലും അയ്യപ്പസ്വാമി നിന്നെ പരീക്ഷിക്കും എന്നൊക്കെ പറയാണ്. അബി പറയുന്നുണ്ടായിരുന്നു ഏത് അമ്പലത്തിൽ പോയാലും എനിക്ക് നല്ല ദർശനം കിട്ടാറുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നീട് നയനയുടെ അടുത്തേക്ക് ആദർശ് വരികയാണ്. ആദർശ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിനക്ക് ചിലപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഡിസ്ചാർജ് ആവാൻ പറ്റിയായിരിക്കും, അങ്ങനെ ഒരു സൂചന ഡോക്ടർ തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നയനയ്ക്ക് ഒരു ആശ്വാസം ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ കിടന്ന് മടുത്തു, വീട്ടിലേക്ക് പോയാൽ കുറച്ച് ഇവിടെ കിടക്കുമ്പോൾ അങ്ങനെ ഒരു ശ്വാസം മുട്ടലാണ്, വീട്ടിലേക്ക് പോയാൽ കുറച്ച് ആശ്വാസമാവല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്.
അല്ലെങ്കിലും ആദർശേട്ടന് ബുദ്ധിമുട്ടുവാണല്ലോ എന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ ഇവിടെ കിടക്കുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? എനിക്കിങ്ങനെ നിന്നെ കാണാമല്ലോ. പിന്നെ ഇനി വീട്ടിലേക്ക് പോയാലും ഒരു ദിവസം നേരത്തെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും ഞാൻ അതുതന്നെ ആഗ്രഹിക്കുകയുള്ളൂ. നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണയും അതൊക്കെ നിനക്ക് വേണമല്ലോ. ഞാൻ ഒരിക്കലും സ്വാർത്ഥനാവരുത് എന്നൊക്കെ പറയാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ആംബുലൻസിലായിരിക്കും കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാനും കൂടെ നിൻ്റെ കൂടെ വരാം എന്നൊക്കെ പറയണം. അപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ പോയിക്കോളാം എന്നൊക്കെ നയന പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നയനയോട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കാനൊന്നുമല്ലല്ലോ വരുന്നത്, നിന്നെ അവിടെ കൊണ്ടാക്കാനല്ലേ എന്ന് പറയൂ കേട്ടോ. ഇവിടെ ആരില്ലല്ലോ എന്ന് നയന പറയുന്ന സമയത്ത് ഇവിടെ അച്ഛനുണ്ടല്ലോ, എന്തായാലും ഞാൻ അവിടെ നിൽക്കാനൊന്നുമല്ലല്ലോ വരുന്നത്, നിന്നെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ ആദർശ് പറയുമ്പോൾ, നീ പറഞ്ഞതല്ലേ അച്ഛനോട് ഇതൊന്നും പറയണ്ട എന്നുള്ളത്, വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയും. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ആംബുലൻസിലൊക്കെ ചെല്ലുമ്പോൾ അച്ഛൻ അതൊരു ഷോക്ക് ആവുമോയെന്ന് അറിയില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞത്. അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ എൻ്റെ കരണത്തടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണേ. അപ്പോൾ നയന പറയും, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അച്ഛനെ അറിയുമ്പോൾ അച്ഛൻ എന്തായാലും സങ്കടം കാണും, അത് പിന്നെ എല്ലാവർക്കും കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴേക്കും ജയൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. ജയൻ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നയനയ്ക്ക് ചിലപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റിയേക്കും എന്ന് പറയുമ്പോൾ, അത് ഡോക്ടർ എന്നോട് പറഞ്ഞു എന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നെ നയനയോട് പറയുന്നുണ്ടായിരുന്നു, വീട്ടിൽ ചെന്നാൽ ആരോഗ്യമൊക്കെ നോക്കണേ മോളെ എന്നൊക്കെ പറയും. അപ്പോൾ ഇവളുടെ വീട്ടിൽ ചെന്നാൽ ഇവൾക്ക് കുറച്ച് എനർജി കൂടുതലാണ്, അതുകൊണ്ട് ചിലപ്പോൾ അവളിങ്ങനെ അതൊന്നും ശ്രദ്ധിച്ചു എന്ന് വരില്ല എന്ന് പറയും. എന്തായാലും ഇവളുടെ അമ്മ ഇപ്പോൾ വരുമല്ലോ, അമ്മേനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയാണ്. പിന്നീട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് പിന്നീട് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, അമ്മ നിന്നെ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ നയനയോട് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. നിങ്ങൾ സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകും. പിന്നീട് ജയനാണെങ്കിലും ഇങ്ങനെ ജയനോട് ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ കുറച്ചുകൂടെ മെച്ചപ്പെട്ടോ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനിപ്പോഴും രോഗം വന്നതിനെ കുറിച്ചല്ല ആലോചിക്കുന്നത്, ആ രോഗം ഇങ്ങനെ വരുത്തിയവരെ കുറിച്ചാണെന്ന് പറയട്ടോ. പാലിൽ വിഷം ചേർത്തവരെ കുറിച്ചാണ്, പ്രതികൾ ഇപ്പോഴും മറിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ നയനയോട് പറയുമ്പോൾ നയനയും ആ കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയാണ്. പിന്നീട് ആദർശ് ദേവയാനീനെ ചെന്ന് കാണാണ്. അപ്പോൾ ദേവയാനി ചോദിക്കും, മോൻ വന്നോ എന്ന് ചോദിക്കും കേട്ടോ. അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ദേവയാനീനോട് ചോദിക്കുമ്പോൾ, എനിക്ക് ഇടയ്ക്ക് നല്ല പെയിൻ ഉണ്ട്, പക്ഷേ അതൊന്നും കുഴപ്പമില്ല, ഈ പെയിന് തന്നവർ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരാതിരുന്നാൽ മതി എന്ന് പറയട്ടെ. എന്നിട്ട് ചോദിക്കും, എൻ്റെ ഭാര്യ അവിടെ പുറത്തുണ്ടോ എന്ന് ചോദിക്കുകയെ. അപ്പോൾ അവളവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, അവൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ പിന്നെ പെണ്ണുങ്ങളായിട്ട് ആരെങ്കിലും വേണ്ടേ എന്ന് പറയുമ്പോൾ ദേവയാനി ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ പെണ്ണുങ്ങളായിട്ട് ആരെങ്കിലും വേണമെങ്കിൽ വീട്ടിൽ വേറെ ആളുകളുണ്ടല്ലോ, അവർ നിന്നാൽ പോരെ എന്ന് പറയുകയാണ്. പിന്നീട് അവളുടെ വീട്ടുകാരെ അവളെ ഒന്നും ഇങ്ങോട്ട് കയറ്റി വിടണ്ട എന്നൊക്കെ പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ. കല്യാണിയെ അമ്മയ്ക്ക് അറിയാലോ, കല്യാണിയെ പോലെ നല്ല മനസ്സുള്ള, ആരെയും സഹായിക്കാനും ഒക്കെ മനസ്സുള്ള ഒരാൾ തന്നെയാണ് നയനി എന്ന് പറയുമ്പോൾ, കല്യാണിയെ പോലെയൊന്നല്ല നയന എന്നാണ് കേട്ടോ പറയുന്നത് ദേവയാനി. പിന്നീട് കരൾ കൊടുത്ത കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്കും ഇന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ആവാൻ പറ്റിയേക്കും എന്നൊക്കെ പറയുന്ന സമയത്ത്, എനിക്ക് ആ കുട്ടി ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ആംബുലൻസിലായിരിക്കും കൊണ്ടുപോകുക, അതുകൊണ്ട് ഇങ്ങനെ ഐസിയുവിലേക്ക് ആ കുട്ടീനെ കൊണ്ടുവരാൻ ഡോക്ടർ സമ്മതിക്കില്ല, ഇനിയിപ്പോൾ അമ്മ പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടീനെ കാണാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശിനോട് പറയാണ്, ആ കുട്ടീനെ കണ്ടുപഠിക്കാൻ നിൻ്റെ ഭാര്യയോട് പറയണം, അപ്പോൾ ഈ ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ നമ്മളെ സഹായിക്കാൻ വന്ന നന്മയുള്ളവരും ഈ കൂട്ടത്തിലുണ്ട് എന്നൊക്കെ അവൾ മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നേ. എന്തായാലും നയനേനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത്, കല്യാണീനെ അമ്മയ്ക്ക് അറിയാലോ, കല്യാണിയുടെ കൂട്ടുകാരി തന്നെയാണ് നയന, അവളെ പോലെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ, കല്യാണിയുടെ കൂട്ടുകാരിയൊക്കെ ആയിരിക്കും അവൾ, പക്ഷേ കല്യാണിയെ പോലെയൊന്നുമല്ല അവളുടെ സ്വഭാവം എന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും നീ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. നയനേനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ അമ്മ ചോദിച്ചതിന് മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്തായാലും ഞാനിവിടെ നിൽക്കുന്നില്ല, അമ്മയ്ക്ക് കരൾ തന്ന കുട്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവാണേ. പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ പിന്നീട് കനക എല്ലാവർക്കും ഉള്ള ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ആദർശ് റൂമിലേക്ക് വരികയാണ്. അമ്മ എന്തിനാ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നത്, ഇവിടെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നല്ല ഫുഡ് കിട്ടുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അത് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ അതുപോലെ ആവില്ലല്ലോ മോനെ എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഇങ്ങനെ ആദർശിനോട് ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചോളാം, അമ്മ ഇവൾക്ക് എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് ഇന്ന് എന്തായാലും നയനയ്ക്ക് ഡിസ്ചാർജ് ആവാൻ പറ്റിയേക്കും എന്നുള്ളതും കൂടെ പറയുന്നുണ്ടായിരുന്നേ. ആദർശാണെങ്കിലും ദേവയാനീനെ കണ്ടിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് ഇപ്പോഴും ഇങ്ങനെ നിന്നോടും അങ്ങനെ അതുപോലെ തന്നെ കനകേനോടും നയനയുടെ വീട്ടുകാരോടുമുള്ള ആ ദേഷ്യമൊന്നും മാറിയിട്ടില്ല എന്നൊക്കെ പറയാണ്. അമ്മയുടെ ചില നേരത്തെ സംസാരം കേട്ടാൽ എല്ലാം തുറന്നു പറയാൻ തോന്നും എന്നൊക്കെ ആദർശ് പറയുമ്പോൾ,
നൈന പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ടാന്ന് പറയും. അപ്പോൾ കനകയും പറയും കേട്ടോ, ഇനിയിപ്പം നടന്ന കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞ് അമ്മേനെ വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്ന് കനകയും പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അതുപോലെ തന്നെ നവ്യയ്ക്കാണെങ്കിലും ഇങ്ങനെ ആ വീട്ടിൽ നിൽക്കുന്നതിൽ നല്ല പേടിയുണ്ട് എന്നൊക്കെ നൈന പറയുന്ന സമയത്ത് ആദർശ് പറയാണ് വീട്ടിലൊരു ശുദ്ധി കലശം നടത്താനായിട്ടുണ്ട്. അപ്പോൾ വീട്ടിനുള്ളിൽ ഇപ്പോൾ കയറി വന്ന മരുമകളടക്കം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണല്ലോ നോക്കുന്നത്, അത് മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയും. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ആദർശേട്ടൻ ഇങ്ങനെ മലയ്ക്ക് പോയി വരുന്നവരെ അങ്ങോട്ട് വരില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ എന്നെ വെറുക്കുന്നവർക്കൊക്കെ നല്ല സന്തോഷമായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നൈനയാണെങ്കിലും എനിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പോഴാണ് ആദർശ് പറയുന്നത് വീട്ടിലുള്ളവർ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണല്ലോ നോക്കുന്നത്, കയറി വന്ന മരുമകളടക്കം, അതുകൊണ്ട് തന്നെ അതിങ്ങനെ വീട്ടിനുള്ളിലൊരു ശുദ്ധികലശം നടത്താനായിട്ടുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് ആ സമയത്ത് പറയുകയും ചെയ്യുന്നത്. നവ്യയ്ക്കാണെങ്കിലും നല്ല പേടിയുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നവ്യ എടുത്ത് കുടിക്കേണ്ട പാലാണല്ലോ ദേവേനെ എടുത്ത് കുടിച്ചത്, അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട്. അപ്പോൾ ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ അവിടെ ആരോ ശ്രമിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനിയും അവരിങ്ങനെ അത് ചെയ്യും എന്ന് നൈനയും പറയുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും മറിഞ്ഞിരിക്കുന്നവരെ എന്തായാലും വെളിച്ചത്ത് കൊണ്ടുവരണം ഉടനെ തന്നെ എന്നുള്ള ആ ഒരു ഇതും കൂടെ പറയുന്നുണ്ടായിരുന്നു. കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മോളുടെ മുറിവൊക്കെ ഉണങ്ങുന്നവരെ മോള് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഞാൻ പറയുകയാണ് ശരിക്കും അനിയുടെ ഭാര്യയായിട്ട് വരേണ്ടിയിരുന്നത് ഇങ്ങനെ നന്ദു തന്നെയായിരുന്നു, എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയാണ് കേട്ടോ നന്ദുവിനെ. നന്ദു ആണെങ്കിൽ അവിടെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നേനെ എന്ന് പറയും. പിന്നീട് അതൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോകുന്ന സമയത്തും ഇങ്ങനെ ആദർശിനോടാണെങ്കിലും കനക പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതൊന്നും സംസാരിക്കേണ്ട എന്ന് പറയാണ്. പിന്നീട് അനാമികയുടെയും അനിയുടെയും ജീവിതം അത്ര നല്ല രീതിയിലല്ലല്ലോ പോകുന്നത്, അപ്പം അതിനെക്കുറിച്ച് നൈന സംസാരിക്കുന്നുണ്ടായിരുന്നു കനകേനോട്. പിന്നീട് ജാനകിയും ജലജയും കൂടെ അടുക്കളയിൽ എന്തോ ജോലിയിലാണ്. ഈ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു ആ നയന എന്ന് പറയുന്നവളെ നമ്മൾ ഇവിടുന്ന് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ഇതാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പം അവളിങ്ങനെ ഏടത്തി ഹോസ്പിറ്റലിലായതോടുകൂടി അവളുടെ വീട്ടിൽ പോയി സുഖിക്കുകയാണ് എന്നൊക്കെ പറയേ. അപ്പോൾ അവൾ അവിടെ നന്നായി എന്നും അവളുടെ ചേച്ചി അവളും അവിടെ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്ന് ജാനകി പറയാണ് കേട്ടോ. പിന്നീട് ഏട്ടത്തി തിരിച്ചു വന്നാലും ഇനിയിപ്പോൾ ഇങ്ങനെ ഏട്ടത്തിയുടെ ചോര തിളപ്പിച്ചോണം എന്നൊക്കെ ജലജ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഈ സമയത്ത് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ജലജേനോട് നീ നിന്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വല്ലതും ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത് കേട്ടുകൊണ്ട് നവ്യ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല മുത്തശ്ശിന്ന് അതുപോലെ തന്നെ നവ്യ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ അവൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, നോൺ വെജ് എന്തായാലും ഇങ്ങനെ ഇവിടെ ഉള്ളവർ മലയ്ക്ക് പോയി വരുന്നത് വരെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു ഇവിടെ ആരും കഴിക്കുന്നില്ല എന്ന്. അബി ഇങ്ങനെ നോൺ വെജ് കഴിക്കുന്നുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മകൻ അങ്ങനെയൊന്നും കഴിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അവനങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, അവൻ ജീവിതത്തിൽ ഇത്രയും ദിവസം ഇതുവരെ വ്രതം എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ അത് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇവളിങ്ങനെ ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഫോണൊക്കെ എടുത്താൽ എന്തും വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഇവൾ ചിലപ്പോൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ നവ്യനെ നോക്കിയിട്ട് ജലജ പറയാണ് കേട്ടോ. ജലജേനോട് നവ്യ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ ഇവിടെ ഉള്ളവർ മലയ്ക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാതെ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്തൊന്നും ചെയ്യാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അബി അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവൻ തന്നെ വാങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശി അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോകുന്നത്. അപ്പോൾ അവൾക്ക് വേറൊരു കുറ്റം കണ്ടുപിടിക്കാൻ കിട്ടിയില്ല, ഇപ്പോൾ അവൾ ഓരോ കുറ്റം കണ്ടുപിടിച്ച് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല, അവൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് നോൺ വെജ് കറിയുടെ മണം കിട്ടി എന്ന് പറയും കേട്ടോ. അപ്പോൾ നിനക്ക് അല്ലെങ്കിലും ഇല്ലാത്ത മണങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് നവ്യനെ അങ്ങ് ഇതാക്കി പറയുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതാ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജാനകിക്കാണെങ്കിലും അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നിനക്ക് ഇങ്ങനെ ആഗ്രഹിക്കുന്നതൊക്കെ കഴിക്കണമെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയി നിന്നൂടെ എന്നൊക്കെ നവ്യയുടെ മുഖത്ത് നോക്കി എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ പറയും എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീടാണിത്, പിന്നെ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഇവരുടെ പേരക്കുട്ടിയാണ്, അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ അതിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ കൂടെ ജാനകിയാണെങ്കിലും അനാമികയുടെ കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നേ. ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനാമികയാണെങ്കിൽ ഇങ്ങനെ ഏട്ടത്തിക്ക് ബ്ലഡ് കൊടുക്കുക കരൾ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നവ്യ പറയും അവളങ്ങനെ കൊടുക്കുക എന്ന് മാത്രമല്ലേ പറയുള്ളൂ, ഇങ്ങനെ കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ, കൊടുക്കുക എന്ന് പറയാതെ ഇങ്ങനെ അത് കൊടുത്ത് കാണിക്കണമായിരുന്നു, അങ്ങനെയായിരുന്നു വേണ്ടത് എന്ന് പറയട്ടോ. അനി പറഞ്ഞല്ലോ അവളിങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞു വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. എന്തായാലും അനാമികേനെ അവിടുന്ന് ആരും പുറത്താക്കാനൊന്നും നോക്കണ്ട എന്ന് ജാനകി പറയുന്നുണ്ടായിരുന്നേ. ഇപ്പം ഏതായാലും പുറത്താക്കിയ അവസ്ഥയിലാണല്ലോ എന്ന് ജലജ പറയൂട്ടോ. അങ്ങനെ അവളെ പുറത്താക്കിയിട്ട് ഇവിടെ ആരും കഴിയില്ല, ഇനിയിപ്പോൾ എൻ്റെ മകൻ അവളെ വിളിച്ചു കൊണ്ടുവന്നിട്ടില്ലെങ്കിലും മോളുടെ കാല് പിടിച്ചിട്ടായാലും ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ജാനകി നവ്യനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്, എനിക്കിപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കി തരൂ എന്ന് പറയൂട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിലും ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്.
അപ്പോൾ ജാനകിനോടായിട്ട് നവി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇളയമ്മേനോടല്ല പറഞ്ഞത്, എൻ്റെ അമ്മായിയമ്മേനോടാണ് എന്ന് പറയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പറ, പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ജലജയ്ക്കാണെങ്കിലും ആകെ ഇങ്ങനെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ജലജ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നവീനെ നോക്കുകയാണ്. അങ്ങനെ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.